ജനസമ്പർക്ക പരിപാടി 8 ജില്ലകളിലെ പൂർത്തിയാക്കി. ഇനി 6 ജില്ലകളിൽ ഈ ഡിസംബർ 17-ാം തീയതി കൊണ്ട് പൂർത്തിയാകും. പക്ഷെ അതുവരെ കാത്തിരിക്കാതെ നിങ്ങൾ 8 പേര് കളക്ടർമാരുമായിട്ട് ഇന്നൊരു വീഡിയോ കോൺഫറൻസിങ്ങിന് ശ്രമിച്ചത് നമുക്ക് ജനസമ്പർക്ക പരിപാടിയുടെ തുടർ നടപടികൾ വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ആദ്യമായിട്ട് നിങ്ങൾ 8 പേരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടി 8 ജില്ലകളിലും ഒരുപോലെ വിജയകരമായി നല്ല ക്രമീകരണങ്ങൾ, ഒരു പരാതിക്കും ഇട നൽകാത്ത വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ആ കാര്യത്തിൽ ജില്ലാ കളക്ടർമാരും ജില്ലയിലെ ഉദ്യോഗസ്ഥരും പോലീസും പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുന്നു. ഗവൺമെന്റിന് വേണ്ടി 14 ജില്ലകളിലെയും പൂർത്തിയാക്കിയതിന് ശേഷം ഔദ്യോഗികമായിട്ട് അതിനുള്ള കത്തും കാര്യങ്ങളൊക്കെ കിട്ടും. ആ പരാതികൾ നിങ്ങൾ പരിശോധിച്ച് ചില തീരുമാനങ്ങൾ എടുത്തു. ജനസമ്പർക്ക ദിനം ആ ദിവസത്തിൽ ഞാനിവിടെ പങ്കെടുത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാം കൂടി ഇരുന്നു കൊണ്ട് തീരുമാനം എടുത്തു. അപ്പം എനിക്ക് പറയാനുള്ള ആദ്യത്തെ നിർദ്ദേശം, അങ്ങനെ തീരുമാനമെടുത്ത കാര്യങ്ങളിൽ മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞോ? തീരുമാനമെടുത്ത കാര്യങ്ങൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു സമയബന്ധിതമായിട്ട് ഒരാഴ്ച, 10 ദിവസം, 2 ആഴ്ചയ്ക്ക് അപ്പുറം പോകാനൊക്കത്തില്ല. അത് മുഴുവൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോലും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അദാലത്ത് പോലുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് മറുപടി പറയണം. ജില്ലാ തലത്തിൽ ലോണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരാതിക്കാരെയും വിളിക്കുക, എല്ലാ ബാങ്കുകാരെയും വിളിക്കുക, ജോയിന്റ് രജിസ്ട്രാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ജില്ലാ ബാങ്കിന്റെ ജനറൽ മാനേജർ, അങ്ങനെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, അതായത് ഈ പരാതികൾ എവിടെയൊക്കെ കവർ ചെയ്യുന്നോ അങ്ങനെയുള്ളവരെ എല്ലാവരെയും കൂടി ഒന്നിച്ച് വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ചർച്ച ചെയ്ത് അവിടെ വെച്ചൊരു തീരുമാനം, പരമാവധി കാര്യങ്ങളിൽ തീരുമാനം നിങ്ങൾ ഉണ്ടാക്കണം. അപ്പം ലോണുകൾ സംബന്ധിച്ച് ജില്ലാ തലത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം. കളക്ടർമാർക്ക് CMDRF തീരുമാനമെടുക്കാൻ 2000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളെങ്കിലും ജനസമ്പർക്ക പരിപാടിയിൽ തീരുമാനമെടുക്കാൻ കളക്ടർമാർക്ക് അത് കൂടുതൽ അനുവാദം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അന്നേരം അത് ഞങ്ങൾ റാറ്റിഫൈ ചെയ്തോളാം. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പരാതി, അവിടെ ഓൺലൈനിൽ കിട്ടിയത് അവിടെയാണ്. ഈ APL VPL ആക്കാനുള്ള നമ്പറും വളരെ കൂടുതലാണ് അവിടെ. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കിയിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, അത് സംബന്ധിച്ചുള്ള ശുപാർശകൾ തരാൻ ഗ്രാമസഭകൾക്ക് അധികാരം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മൾ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിലെ ഗ്രാമസഭകളാണ് ഏറ്റവും അടിത്തട്ടിലെ ഇതായിട്ടുള്ളത്. പക്ഷേ ഗ്രാമസഭകൾ പലയിടത്തും സജീവമല്ല. പല കാരണങ്ങൾ കൊണ്ടും അവിടെ യോഗം കൂടുന്നില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ട്. പക്ഷെ ഇതുപോലുള്ള ചില അവസരങ്ങൾ കൂടെ കൊടുത്താൽ ഒരു പകുതി ഗ്രാമസഭകളെങ്കിലും അവസരത്തിനൊത്ത് ഉയർന്നു വരും. അപ്പം നാട്ടിലെ റിയാലിറ്റി നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ഈ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് വേണ്ടി ഒരു മൊത്തത്തിലൊരു പാക്കേജ് തന്നെ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുകയാണ്. അവരുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അവരുടെ റീഹാബിലിറ്റേഷൻ, അവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സംബന്ധിച്ച് സമഗ്രമായ ഒരു ഇത് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അത് ചെയ്യുന്നുണ്ട്.